കോഴിക്കോട് കൂടരഞ്ഞി കുരിയോട് വളർത്തുന്ന മൃഗങ്ങളെ ആക്രമിച്ചത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. വിശദാംശങ്ങളുമായി ഷഗത് റഹ്മാൻ നമുക്കൊപ്പം ചേരുകയാണ്. ഷഗത്, അവിടെയും മൃഗങ്ങളുടെ ശല്യം അനുഭവപ്പെടുന്നു നമ്മൾ മനസ്സിലാക്കുന്നു. പറയൂ വിവരങ്ങൾ. എസ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോടിന്റെ മലയോര മേഖലകളിലും വന്യമൃഗങ്ങൾ കൈയടക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. ഇന്നലെയാണ് ഇത്തരത്തിൽ ഇവിടെ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയതായിട്ട് വനംവകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൂടരഞ്ഞിയിലാണ്. ഈ കൂടരഞ്ഞിയിൽ ഈ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ഒരു നായയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ പുലി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഈ വീട്ടിൽ 2 നായകളുണ്ടായിരുന്നു. അതിൽ ഒരു നായയെ കഴിഞ്ഞ ദിവസം പുലി കൊണ്ടുപോയി. തുടർന്ന് ഇന്നലെ വനംവകുപ്പ് ഇവിടെ ക്യാമറകളൊക്കെ സ്ഥാപിച്ചിട്ടുമുണ്ട്. ഇനി ഈ വീട്ടിൽ ഒരു നായ കൂടിയുണ്ട്. ഇതിന് തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ വെച്ച് ഒരു ആടിനെ കഴിഞ്ഞ ദിവസം പുലി സമാനമായ രീതിയിൽ കൊണ്ടുപോയി. പക്ഷേ ആ വീട്ടിലെ ചേച്ചി പറയുന്നത് താൻ പുലിയെ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് പുലിയല്ല കടുവയാണ് എന്നുള്ളൊരു കാര്യമാണ് ആ ചേച്ചി പറയുന്നത്. ആ ചേച്ചി അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം 2-3 തവണ ചേച്ചി കണ്ടു. കാരണം ചേച്ചിയുടെ ഒരു നായയും അതുപോലെ തന്നെ ഒരു ആടിനെയും കഴിഞ്ഞ ദിവസം കടുവ കൊണ്ടുപോയി എന്നുള്ളതാണ് ആ ചേച്ചി പറയുന്നത്. ഇപ്പോൾ വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകൾ നമുക്കൊപ്പം ഉണ്ട്. എന്താണ് ശരിക്കും നിലവിലെ ഒരു സാഹചര്യം? ഇപ്പം ഇന്നലെ വനവകുപ്പ് എന്തടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ ഈ ക്യാമറ സ്ഥാപിച്ചിട്ടുള്ളത്? കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ കടുവയുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് എന്നെ ആളുകൾ വിളിച്ചു പറഞ്ഞത്. ഞാൻ ഈ 10ാം വാർഡിന്റെ മെമ്പറാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പുലി ഇറങ്ങി, കടുവ എന്നാണ് അവർ പറഞ്ഞത്. പുലി എന്നുള്ളത് ഫോറസ്റ്റുകാർ പറഞ്ഞ കാര്യമാണ്. കടുവ ഇറങ്ങി എൻ്റെ ആടിനെ പിടിച്ചു എന്ന് പറഞ്ഞ് ചേച്ചി വിളിച്ചു. അപ്പോൾ നമ്മുടെ തോമസ് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന പട്ടിയെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഞാനും കൂടെ ആലോചിച്ച് അവരെ ഫോറസ്റ്റുകാരെ അറിയിക്കുകയും അവർ ഇന്നലെ വന്ന് ആദ്യം ഒരു 2 പേര് വന്ന് ചെക്ക് ചെയ്ത് ഇവിടെ വന്ന് ഒരു അന്വേഷണമൊക്കെ നടത്തിപ്പോയി. അതിനുശേഷം പിന്നെ നമ്മുടെ സെഷൻ ഓഫീസർ അടക്കം ഇവിടെ വരികയും ക്യാമറ വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ചേട്ടന്റെ വീട്ടിലെ നായയാണ് കൊണ്ടുപോയത് അല്ലേ? ഈ വീട്ടിലെ നായയാണ്. എന്നായിരുന്നു സംഭവം? അത് മിനിയാന്നാണ് കൊണ്ടുപോയത്. വലിയ നായയായിരുന്നു. സാമാൻ നല്ല വലിപ്പമുള്ള നായ തന്നെയായിരുന്നു. എന്നിട്ട് എവിടുന്ന നായ കിട്ടിയിട്ടുണ്ടായിരുന്നു? അത് കൊണ്ടുപോയോ? കൊണ്ടുപോയി. ഇവിടെ ചോരപ്പാടുകൾ മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പോൾ എടുത്തുകൊണ്ട് പോയ വഴികളിലൊക്കെ അതിൻ്റെ ചോരപ്പാടുകൾ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. അങ്ങനെയാ നായ കാണാതെ ആകുകയുള്ളത്. നമ്മൾ കുറച്ച് മുമ്പ് ഒരു ചേച്ചിയോട് സംസാരിക്കുമ്പോഴേ അവർ കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ശരിക്കും എന്താ വിചാരിക്കുന്നത്? പുലിയാണോ അതോ കടുവയാണോ? അല്ല, ഈ ഭാഗത്ത് പട്ടി എടുത്തോണ്ട് പോകുക എന്ന് പറയുന്നത് പുലിയോ കടുവയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മൃഗം അല്ലാതെ പട്ടീനെ അങ്ങനെ കൊണ്ടുപോകില്ല. പാടുണ്ട് കാൽപ്പാട് വരണോ 1-2 സ്ഥലത്ത്. ഇപ്പോൾ ഈ ഉണങ്ങിയ പ്രദേശമായതുകൊണ്ട് അത്ര വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അത് ഫൈൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഫോറസ്റ്റുകാരോട് വിവരം അറിയിച്ച് അവരോട് വന്ന് ഈ 2 മാസം മുമ്പ് കടുവ ഈ ആനയോട് ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരമുള്ളൂ ഈ ആനയോടെന്ന് പറഞ്ഞ പ്രദേശം 9ാം വാർഡിൽപ്പെട്ട ആനയോട് വെച്ച് കണ്ടിരുന്നുവെന്നും അവിടെ ക്യാമറ സ്ഥാപിച്ചതാണ്. അതിനുശേഷം ഇപ്പോൾ ഒരു 20 ദിവസത്തിനിടയ്ക്കാണ് ചേച്ചിയുടെ ആടിനെയും പട്ടിയെയും കൊണ്ടുപോയത്. ചേച്ചി ആടിനെ മേയ്ക്കാൻ പോയിടത്തുനിന്ന് കടുവയെ നേരിട്ട് കണ്ട. ചേച്ചിയുടെ കൺമുൻപിലാണ് ഈ പട്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ചേച്ചി ഉറപ്പിച്ച് പറയുന്നത് കടുവയാണ്, പുലിയല്ല കടുവയാണെന്ന്. സമീർ ബിൻ ഷഗത് റഹ്മാനാണ്